ട്രീ അവിടെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ ചമ്മിപ്പോവും, ഈ ബ്ലോഗ് വരത്തില്ല. ബ്ലോക്കിൽ കിടന്നിട്ട് ഇപ്പം ഞങ്ങൾ വെള്ളം തിന്നാൻ വേണ്ടി പോണേണ്. എനിക്ക് വിശക്കുണ്ട്. എന്തെങ്കിലും വെള്ളമെങ്കിലും കുടിച്ചിട്ട് വരാൻ വിചാരിച്ച് നടക്കുന്നു. 3 മണിക്കൂർ വെയിറ്റ് ചെയ്തതിനു ശേഷം ചേച്ചിയുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ചേട്ടൻ, ചേച്ചിൻ്റെ അമ്മ, ചേച്ചി, അച്ഛൻ പുറത്താണ്. ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് കൊച്ചിക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചേച്ചിയുടെ അടുത്തും കയറി കൊച്ചിയിൽ ട്രീ ഒക്കെ ഉണ്ടെങ്കിൽ കാണാം എന്ന് വിചാരിച്ചാണ് പോകുന്നത്. പക്ഷേ ഈ പോക്കൊരു വല്ലാത്ത പോക്കായി. അത് നിങ്ങൾക്ക് വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞങ്ങൾ കൊച്ചിയിലോട്ട് പോകാനായിട്ട് എറണാകുളം കയറിയിട്ടുണ്ട്. എറണാകുളം വൈപ്പിലിനാണ് ഞങ്ങളിപ്പോൾ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ അമ്മു വരുന്നുണ്ട്. ഞങ്ങൾ അമ്മുവിനെ വെയിറ്റ് ചെയ്ത് ഇവിടെ പാർക്ക് ചെയ്ത് കിടക്കുകയാണ്. ഞങ്ങൾ അമ്മൂനെ വെയിറ്റ് ചെയ്ത് കിടക്കാണ്. അമ്മു ജോലി കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പം ഞങ്ങൾ 3 പേരും കൂടിയാണ് കൊച്ചി പോകുന്നത്. ട്രീ അവിടെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ ചമ്മിപ്പോവും, ഈ ബ്ലോഗ് വരത്തില്ല. അവളെ വെയിറ്റ് ചെയ്ത് ഒരു 5 മിനിറ്റ് അവിടെ കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവളെത്തി കേട്ടോ. അവൾ വരാൻ താമസിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളം ഫുൾ ബ്ലോക്കായിരുന്നു. ഞങ്ങൾ പോയത് ഒരു ശനിയാഴ്ച ദിവസമായിരുന്നു, അതുകൊണ്ടാണ് ബ്ലോക്കായത്. അപ്പോൾ ജങ്കാറ് പിടിക്കാൻ വേണ്ടിയുള്ള ഒരു ക്യൂ ആണ് ഈ കാണുന്നത്. ഞങ്ങൾ ഒരു അരമണിക്കൂറോളം അവിടെ ബ്ലോക്കിൽ കിടന്നിട്ട് ഇപ്പം ഞങ്ങൾ വെള്ളം തിന്നാൻ വേണ്ടി പോണേണ്. എനിക്ക് വിശക്കുണ്ട്. എന്തെങ്കിലും വെള്ളമെങ്കിലും കുടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് നടക്കുന്നു. അപ്പം ഞങ്ങൾക്ക് വൈപ്പിൻ കൊച്ചിയിലേക്ക് കിടക്കണമെങ്കിൽ ജങ്കാറ് വഴി കിടക്കാൻ പറ്റും. അപ്പോൾ 2 റൂട്ടുണ്ട് കേട്ടോ, 2 റൂട്ടിൽ കൂടെ പോകാം. അപ്പോൾ ഇങ്ങനെ പോയാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് അവിടെ എത്താൻ പറ്റുന്നതുകൊണ്ട് ഞങ്ങൾ ജങ്കാറ് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കിടക്കുകയാണ്. ഈ വണ്ടികളൊക്കെ കണ്ടോ നിങ്ങൾ? ഇത് അങ്ങ് തുടങ്ങിയത് ഇങ്ങ് വരെയുള്ള ക്യൂ ആണ് കേട്ടോ. ലാസ്റ്റ് ഞങ്ങളൊരു 3 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് ജങ്കാറ് കിട്ടിയത്. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ജങ്കാറിനുള്ളിൽ കയറി. അപ്പം കാറിനൊക്കെ ആയതുകൊണ്ടാണ് ഇത്രയും നേരം നമ്മൾ എടുക്കുന്നത്. ഇപ്പം നടന്നു പോകാനോ അല്ലെങ്കിൽ ബൈക്കിനോ ഒക്കെ ആണെങ്കിൽ അവർ പെട്ടെന്ന് ജങ്കാറ് കയറ്റി വിടും. കാറിനാണെങ്കിൽ ഒരു കാറെ 10 പേരെ കേട്ടിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലെത്തി. അപ്പോൾ ഇവർ ഞങ്ങളോട് ചുമ്മാ പുറത്ത് കറങ്ങാൻ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഇവർ റെഡി ആവുകയാണ്. അപ്പോൾ ചേട്ടനുണ്ട്, ചേച്ചിയുണ്ട്, ചേച്ചിയുടെ അമ്മയുണ്ട്, അച്ഛനുണ്ട്. അച്ഛൻ ചേട്ടായിട്ട് പുറത്ത് നിന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ റെഡി ആയിട്ട് കൊച്ചിയിൽ വെളിയിൽ പോവാണ് കേട്ടോ. അപ്പം ഈ വെളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കൊച്ചിയിൽ നമ്മുടെ ലൈറ്റുള്ള ട്രീ ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ എന്ന സമയത്ത് അതൊക്കെ അഴിച്ചു. പപ്പാനിയെ കത്തിച്ചതിൻ്റെ പപ്പാനിയുടെ അവശിഷ്ടങ്ങൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അവിടെ ഇങ്ങനെ ഒരു ചെറിയ പാർക്ക് പോലെ ഉണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ ലൈറ്റും കുറച്ച് പാട്ടും ഒക്കെ ആയിട്ടുള്ള സെറ്റപ്പ് വെച്ച് ഇങ്ങോട്ട് കയറിയപ്പോൾ തന്നെ എൻ്റെ അമ്മൂൻ്റെയും മനസ്സങ്ങ് തകർന്നു. കാരണം ഞങ്ങൾക്ക് വീഡിയോയിൽ പകർത്താനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞങ്ങളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു ചിലപ്പോൾ അവർ ട്രീ അഴിച്ച് കാണും, ലൈറ്റ് അഴിച്ച് കാണുമെന്നൊക്കെ. പക്ഷെ എന്നാലും ഒരു കോൺഫിഡൻസ് ഉള്ളിലുണ്ടായിരുന്നു ചിലപ്പോൾ ഞങ്ങൾക്ക് കാണാൻ പറ്റിയാലോ എന്ന്. എന്തായാലും ഞങ്ങൾ പോയത് ഒരു 3-ാം തീയതി 4-ാം തീയതി എങ്ങാണ്ടാണ്, അതായത് ജനുവരി 3-ഓ 4-ഓ എങ്ങാണ്ട്. അപ്പോൾ ആ ടൈമിൽ ചെന്നാൽ എന്തായാലും കാണാൻ പറ്റില്ല എന്ന് ഇപ്പം മനസ്സിലായി. അവർ 1-ാം തീയതി 2-ാം തീയതി കൊണ്ട് അത് അഴിക്കും. അങ്ങനെയായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ആ പാർക്കിനുള്ളിൽ കയറി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പ്രത്യേകിച്ച് ഒന്നുമില്ല അതിനകത്ത്, വെറുതെ കുറേ ലൈറ്റും കുറച്ച് പാട്ടും ഒക്കെ വെച്ചിട്ടുണ്ട്, അല്ലാതെ ഒന്നുമില്ലായിരുന്നു. എന്തായാലും അവിടെ വരെ ചെന്നല്ലേ, ചുമ്മാ ഒന്ന് എല്ലായിടും ഒന്ന് കണ്ടേക്കാന്ന് ഓർത്ത് കയറി ഇറങ്ങി ഇങ്ങനെ കാണുകയാണ്. ഞങ്ങൾ വന്നപ്പോൾ ഇത് മാത്രമുള്ളായിരുന്നു.
അവരെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് അവരോട് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.